ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വന്നിരിക്കുന്നത് അൾട്രാമാക്സിന്റെ ഒരു 24 LED സെറ്റ് ആണ്. നമുക്ക് കംപ്ലൈന്റ് നോക്കാം. സെറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഹാഫ് സ്ക്രീൻ ആണ് നമ്മുടെ പ്രശ്നം. താഴോട്ട് പടമുണ്ട്, മുകളിൽ സൈഡിൽ നമുക്ക് പടമില്ല. ഇതുപോലെ ഗ്രീൻ സ്ക്രീൻ ആണ്. ഇതാണ് നമ്മുടെ കംപ്ലൈന്റ്. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഈ സൈസ് കംപ്ലൈന്റുകൾ മിക്കവാറും നമ്മുടെ സൈഡ് കോഫ് പ്രശ്നമായിരിക്കും. ഈ സൈഡ് കോഫിൽ വോൾട്ടേജ് ഏതെങ്കിലും മിസ്സാകുമ്പോഴാണ് ഈ കംപ്ലൈന്റ് ഉണ്ടാകുന്നത്. നമുക്ക് ഇളക്കി സൈഡ് കോഫിന് എന്താ പ്രശ്നമെന്ന് നോക്കാം. സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പാനൽ നമ്പർ V236BJ1. അതാണ് നമ്മുടെ പാനൽ നമ്പർ. ഇപ്പൊ നമ്മൾ TV ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് സൈഡ് കഫ് ഇല്ലാത്ത മോഡലാണിത്. ഇവിടെ സൈഡ് കഫ് ഇല്ല. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ആയിട്ടൊരു 7 ടെസ്റ്റ് പോയിന്റ് നമുക്ക് വരും. ഈ ടെസ്റ്റ് പോയിന്റിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സ്ക്രീൻ വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഈ ടെസ്റ്റ് പോയിന്റുകളിൽ നമ്മുടെ വോൾട്ടേജുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് വോൾട്ടേജ് ഓൺ ചെയ്ത് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തിട്ടുണ്ട്. മീറ്റർ DC 200-ലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനിവിടുന്ന് മുകളിൽ താഴോട്ടുള്ള ടെസ്റ്റ് പോയിന്റുകളിലാണ് വോൾട്ടേജ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് 3.3 വോൾട്ട് ഓക്കെ ആണ്. 3.3. അടുത്തത് 0.7 തൊട്ട് 0.9 വരെ വോൾട്ടേജ് ഇവിടെ വന്നാൽ മതി, ഓക്കെ ആണ്. അടുത്തത് 3.3 ആണ്. അടുത്ത 2.1 വോൾട്ട്, 1.9 തൊട്ട് 2 വോൾട്ട് വരെ വരും. അടുത്ത നമ്മുടെ VGL ആണ്. -7.8 വോൾട്ട് ഉണ്ട്. അടുത്തത് BGH ആണ്. -2. ആ വോൾട്ടേജ് വേരി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ വേരി ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് VGH വോൾട്ടേജ് ആണ് വരേണ്ടത്, അത് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ കംപ്ലൈന്റ് നിൽക്കുന്നത്. അതിനടുത്ത പോയിന്റ് വോൾട്ടേജ് ഉണ്ടാവില്ല, ലാസ്റ്റ് പോയിന്റ്. അപ്പം നമ്മുടെ ഇവിടുന്ന് താഴ്ന്ന് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ VGH. VGH-ൽ നമ്മുടെ വോൾട്ടേജ് മിസ്സിംഗ് ആണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തണം. ലേറ്റസ്റ്റ് വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പിന്നാണ് VGH, മൂന്നാമത്തെ പിന്നെ VGL, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ നമ്മളിവിടെ ബൈപ്പാസ് ചെയ്യണം. ഇത് സോൾഡറിങ് വളരെ പാടാണ്. നമുക്കെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആവുന്നെന്ന്. അപ്പോൾ നമ്മുടെ സ്കെയിലർ PCBയിൽ
VGH പോയിന്റ് കണ്ടുപിടിക്കണം. അവിടുന്ന് ഒരു ജമ്പർ ഇട്ട് നമ്മളവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് സ്കെയിൽ PCBയിലെ VGH പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കാം. സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ VGH പോയിന്റ് ഉള്ളത്. അതാണ് VGH. അപ്പോൾ ഞാൻ ഈ VGH നിന്നാണ് ഒരു ബൈപ്പാസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ VGH ഒരു ജമ്പർ വയർ ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. $17.5 വോൾട്ട് നമ്മുടെ ഈ VGH പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്ത് എന്ത് മാറ്റം വരുന്നെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പിന്നാണ് നമ്മുടെ VGH. ഓക്കെ, നമ്മുടെ സ്ക്രീൻ ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ VGH എടുത്തു കഴിയുമ്പോൾ വീണ്ടും ലൈൻ വന്നിട്ട് പടം പോവും. ഇത് അവിടെ ചെന്ന് സ്ട്രക്ക് ആവും. നോക്കാം. ഇതാണ് ഇപ്പോൾ ഞാൻ VGH കൊടുത്തു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് പടം പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ അവിടെ നിന്ന് സോൾഡർ ചെയ്തെടുക്കണം. ഞാൻ സോൾഡർ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ പോയിന്റിലൊക്കെ നമ്മൾ സോൾഡർ പിടിക്കാനൊക്കെ നല്ല പാടാണ്. കുറച്ച് നേരം ഒരുപാട് സമയം നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഞാൻ ഒരുപാട് സമയം ശ്രമിച്ചിട്ടാണ് അവിടെ നിന്ന് അത് സെറ്റാക്കി എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടേപ്പ് കൂടെ ഒട്ടിച്ച് അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. സെറ്റ് ഓക്കെ ആയി. ഫുൾ ഇമേജ് വന്നിട്ട് സ്ക്രീൻ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.